നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കേരളത്തിൽ അടുത്ത 2 ദിവസം കൂടി നിലവിലെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. യുവതിയുടെ പീഡനപരാതിയുടെ പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും വടകര MP ഷാഫി പറമ്പിലിനെ നടുറോഡിൽ തടഞ്ഞ അസഭ്യം പറഞ്ഞ DYFIക്കെതിരെയും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പന്നിത്തടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MH നൌഷാദ്, കർഷക കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കരീം വെള്ളർക്കാട് സ്വാഗതവും റഫീഖ് ഐനിക്കുന്നത്ത് നന്ദിയും പറഞ്ഞു. പ്രകടനത്തിൽ ഗാന്ധി ദർശൻ സമിതി കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രാമകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എയ്യാൽ, മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. പൊന്നോണക്കാലത്തെ വരവേറ്റ നാട്. വിവിധയിടങ്ങളിൽ ഓണാഘോഷങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കീരാലൂർ GPM-LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലം വാർഡ് മെമ്പറുമായ ഷോബി നിർവഹിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് പൂക്കളമൊരുക്കി. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്ന് ഓണത്തിന്റെ ഐതിഹ്യം നാടകമായി അവതരിപ്പിച്ചു. വിവിധ ഓണക്കളികളിൽ രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. തുടർന്ന് മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, വികസന സമിതി അംഗങ്ങൾ, വായനശാല പ്രവർത്തകർ, സ്കൂളിൽ ജോലി ചെയ്തു വിരമിച്ച അധ്യാപകരും, അധ്യാപകർ, രക്ഷിതാക്കൾ, വിവിധ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും തലങ്ങളിലേക്ക് തള്ളിവിടാതെ സൗഹൃദത്തിന്റെ പാതയിലേക്ക് നയിക്കണമെന്ന് ചെറുതുരുത്തി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി സ്വാമി അമയാനന്ദ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ ആത്മീയ ക്ലബ്ബും സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനും ചേർന്ന് നടത്തിയ സമന്വയ ഓണം മതസൗഹാർദ്ദ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹൃദ സംഗമം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ J ഫരീദ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ സണ്ണി ചാക്കോ, മസ്ജിദ് റഹ്മ മഹല്ല് ഖത്തീബ് സലീം മമ്പാട് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ഓണം സൗഹൃദ സന്ദേശം നൽകി. പീനിയ പ്രാർത്ഥന നടത്തി. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, IQAC കോർഡിനേറ്റർ ജുബി ജോയ്, സുനിയ ഇബ്രാഹിംകുട്ടി എന്നിവർ പങ്കെടുത്തു. സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ TE ഹൈറുനിസ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ KA ധന്യ നന്ദിയും പറഞ്ഞു. KCPHM-LP സ്കൂൾ എടകരയിൽ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിച്ചു. പൂക്കള മത്സരം, ഓണസദ്യ, കുട്ടികൾക്കായി മത്സരങ്ങളും നടന്നു. 1ഉം 2ഉം സ്ഥാനം നേടിയ ടീമിനെ പ്രധാനാധ്യാപിക TL ഷിജി ട്രോഫി നൽകി അഭിനന്ദിച്ചു. ഓണാഘോഷത്തിന് PTA പ്രസിഡന്റ് ഷാനി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വാർഡ് മെമ്പർ വിശ്വനാഥൻ മാസ്റ്റർ, OSA പ്രതിനിധി സലീം എന്നിവർ സന്നിഹിതനായിരുന്നു. അധ്യാപകരായ അബ്ദുൽ ഗഫൂർ, ഗീത KV, താഹിറ KM, ഷഹന PK എന്നിവരും ഉണ്ടായിരുന്നു. പൊന്നിയൂർക്കുളം സാഹിത്യ സമിതി കവയത്രി ബാലാമണിയമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണന് സമ്മാനിക്കും. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച കുന്നത്തൂർ MP പാലസിൽ വൈകിട്ട് 4-ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപഹാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. KV മോഹൻകുമാർ IAS, NK അക്ബർ MLA തുടങ്ങി സാഹിത്യ, രാഷ്ട്രീയ, പൊതുമേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് പുസ്തക പ്രദർശനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അറിയിപ്പ്. പാവർട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രധാന വിതരണ പൈപ്പ് ലൈൻ കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ തകരാറിലായതിനാൽ കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർക്കുളം എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, കുന്നംകുളം മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ഭാഗികമായും വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.